വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ്, ജില്ലാ ആശുപത്രിക്ക് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശം ആർക്കെന്ന രാഷ്ട്രീയ തർക്കം നടക്കുന്നതിനിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗം. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് 2015 ഡിസംബറിൽ വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത്. വിഴിഞ്ഞം പദ്ധതിയുടെ നാൾവഴികൾ ഓർമ്മിപ്പിച്ചെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിനെ മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. 2006 LDF സർക്കാരാണ് വിഴിഞ്ഞത്തിന് കേന്ദ്രാനുമതി നേടിയെടുക്കാൻ ശ്രമം ആരംഭിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2007 ജൂലൈ 31 ടെൻഡർ ക്ഷണിച്ചു. പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പദ്ധതിക്ക് അനുമതി നിഷേധിച്ചതായി പറഞ്ഞ മുഖ്യമന്ത്രി തുറമുഖ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെയും മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെയും അഭിനന്ദിച്ചു. വിഴിഞ്ഞം പോർട്ട് ചെയർമാൻ കരൺ അദാനി ഉമ്മൻചാണ്ടിയുടെ സേവനങ്ങളെ അനുസ്മരിച്ചു. അദാനി ഗ്രൂപ്പിന്റെ പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനമാണ് തടസ്സങ്ങൾക്കിടയിലും പദ്ധതി യാഥാർത്ഥ്യമാകാൻ കാരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പിന്തുണ നൽകിയ എല്ലാവർക്കും മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു. തുറമുഖങ്ങൾ സാമ്പത്തിക വികസനത്തിന് ഏറ്റവും വലിയ ചാലക ശക്തിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോക ചരിത്രം തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണത്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിന്റെ വികസന അധ്യായത്തിലെ പുതിയ ഏട് ആരംഭിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ അധ്യായം തുറക്കുന്ന അഭിമാന നിമിഷമാണിത്. രാജ്യത്തിന് തന്നെ അഭിമാന മുഹൂർത്തമാണിത്. ലോക ഭൂപടത്തിൽ ഇന്ത്യ വിഴിഞ്ഞത്തിലൂടെ സ്ഥാനം പിടിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോകത്തെ വൻകിട തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത്. മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് ധാരാളമായി വരും. ലോകത്തെ വലിയ കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്ന ഇടമായി വിഴിഞ്ഞം മാറും. പദ്ധതി പൂർത്തിയാക്കാൻ മുൻകൈയെടുത്ത കരൺ അദാനിക്ക് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.